ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത് സൗദി അറേബ്യയുമായിട്ട് പാകിസ്ഥാൻ നടത്തിയ മക്ക ഡിഫൻസ് പാക്റ്റ് ഉണ്ടല്ലോ, അതിനെ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ടാണ് കമ്പയർ ചെയ്ത് സംസാരിച്ചിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഇന്ത്യക്കുള്ളിൽ അതൊരു ചർച്ചാ വിഷയമാവാൻ വേണ്ടിയിട്ട് ഖ്വാജ ആസിഫ് കരുതിക്കൂട്ടി ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇന്ത്യ അതിനെ വലിയ രീതിയിൽ ഫോക്കസ് പോയിന്റ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂർ വേറെ, സൗദി അറേബ്യയുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പാക്റ്റ് വേറെ. കാരണം സൗദി അറേബ്യക്കുള്ളിൽ തന്നെ യമനികൾ അറാംകോ ഓയിൽ റിഫൈനറി കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്തുമ്പോൾ ഇവർ എന്ത് കോസിന് വേണ്ടിയിട്ടാണോ സൗദി അറേബ്യയുമായിട്ട് ഡീൽ സൈൻ ചെയ്തത്, അവിടത്തേക്ക് ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഇതുവരെ ഇവരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അതിലുപരിയായിട്ട് ഈ ഡീലിനെ അവർ ഒരു ഡിപ്ലോമാറ്റിക് വിക്ടറി ആയിട്ട് കണക്കാക്കിക്കൊണ്ട് ഇന്ത്യക്കെതിരെ എങ്ങനെ ഇതിനെ പ്ലോട്ട് ചെയ്യാം എന്നാണ് അവർ തീരുമാനിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും ഡയലോഗുകളുമാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ താൽക്കാലികമാണ്. ശരിക്കും ഒപ്പുവെച്ച കരാർ അനുസരിച്ച് സൗദി അറേബ്യ വിളിക്കുന്ന സ്ഥലത്തേക്ക് പാകിസ്ഥാൻ്റെ കൂലിപ്പട്ടാളത്തെ അയച്ചു വെക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ഇപ്പം പാകിസ്ഥാൻ എത്തിപ്പെട്ടിരിക്കുന്നത്. കാരണം എന്താണ്? ദാരിദ്ര്യം. ഒരു സോൾജറിന് $1000 വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം യമൻ യുദ്ധം കൂടുതൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനിന് സൗദി അറേബ്യയ്ക്ക് വേണ്ടി യമനിൽ പോയി യുദ്ധം ചെയ്യേണ്ടി വരും. പണ്ട് UAE ഒപ്പമുണ്ടായിരുന്നു. സൗദി അറേബ്യ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം UAE സെപ്പറേറ്റ് ചെയ്ത് വിട്ടത് കൊണ്ട് തന്നെ UAE നൈസിന് രക്ഷപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും UAE രക്ഷപ്പെട്ടു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഇപ്പോൾ സൗദി അറേബ്യ ഒറ്റയ്ക്ക് കിടന്ന് വെള്ളം കുടിക്കുകയാണ്. അവരുടെ എണ്ണ കച്ചവടവും പോയി. അവരൊരു തരത്തിലും രക്ഷപ്പെട്ടു പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് സൗദി അറേബ്യ ട്രാപ്ഡ് ആയിരിക്കുകയാണ്. ജസ്റ്റ് ലോക്ക്ഡ്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ പിക്ചർ മനസ്സിലായല്ലോ. ഇപ്പം ഇറാൻ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിച്ചാലും, അതായത് ഇറാൻ കോൺഫ്ലിക്റ്റ് അമേരിക്ക അവസാനിപ്പിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്ന് പോയാലും സൗദി അറേബ്യയ്ക്ക് ഈ ഹൂത്തികൾ ഒരു തൊല്ലിയായി അവിടെ തന്നെ നിലനിൽക്കും. ഇത് വല്ലാത്തൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ് സൗദി അറേബ്യയ്ക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നേവി 25 C-295 കാറ്റഗറിയിൽപ്പെട്ട എയർക്രാഫ്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ പർച്ചേസ് ശരിക്കും കോസ്റ്റ് ഗാർഡിന് വേണ്ടിയിട്ടാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 15 ഇൻഡിജിനിയസ്ലി പ്രൊഡ്യൂസ്ഡ് C-295 കാറ്റഗറിയിൽ വരുന്ന എയർക്രാഫ്റ്റുകളായിരിക്കും ഇന്ത്യൻ നേവി പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യക്ക് നിലവിൽ 5400 ടൺ യുറേനിയം ആവശ്യമുണ്ട്. 5400 ടൺ പെർ ഇയർ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിലേക്ക് എൻറിച്ച്മെൻറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 5400 ടൺ യുറേനിയം ആവശ്യമുണ്ട്. ഇന്ത്യയുടെ ആനുവൽ നീഡാണിത്. അപ്പോൾ ഇവിടെ ശരിക്കും 30% മാത്രമേ ഇന്ത്യക്കുള്ളിൽ നിന്നും ഈ നീഡിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി 70% യുറേനിയം നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യക്കുള്ളിലെ യുറേനിയം മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് എത്രമാത്രം ഗ്ലോബൽ ബിസിനസ്സാണ് ഇവിടെ ഡെവലപ്പ് ആവാൻ പോകുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്മോൾ മൊഡ്യൂലാർ റിയാക്ടേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അപ്പോൾ എന്തായാലും വരും വർഷങ്ങളിൽ ഈ സ്മോൾ മൊഡ്യൂലാർ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ആ മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ഇത്തരത്തിൽ കാൽക്കുലേറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ 300 ഗിഗാവാട്ട് നോൺ ഫോസിൽ ഫ്യൂവൽ എനർജി പ്രൊഡക്ഷനിൽ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ ടോട്ടൽ എനർജി നീഡിൽ 60% 2030 നമ്മൾ ഇതേ മാതൃകയിൽ ആൾട്ടർനേറ്റീവ് സോഴ്സിലേക്ക് നമ്മൾ മാറിയിരിക്കുമെന്നാണ് പ്രഡിക്ഷൻ. ഇപ്പം തന്നെ 300 ഗിഗാവാട്ടാണ് ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സിലൂടെ നമ്മളിപ്പം അച്ചീവ് ചെയ്തിരിക്കുന്നത്. നോൺ ഫോസിൽ ഫ്യൂവൽ കപ്പാസിറ്റിയിലാണ് ഇന്ത്യയുടെ ഈ വളർച്ച. അപ്പോൾ ഇതിനകത്ത് സോളാർ പാനൽ വരും, വിൻഡ് മിൽസ് വരും, അതുപോലെ തന്നെ സ്മോൾ മൊഡ്യൂലാർ റിയാക്ടേഴ്സ് വരും. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരും. ഇന്ത്യയുടെ നേവൽ ചീഫ് അഡ്മിറൽ മിസ്റ്റർ സ്വാമിനാഥൻ മൗറീഷ്യസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. മാരിടൈം കോഓപ്പറേഷൻ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് നടത്തിയത്. അതോടൊപ്പം സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ശക്തിപ്പെടുത്താനും ചർച്ച നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ അംബാസിഡർ കൗത്ര പറഞ്ഞിരിക്കുന്നത് FCRA ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഉള്ളിൽ ഒരു ഗ്ലോബൽ നെറേറ്റീവ്, ശരിക്കും ഒരു റോങ് പ്രൊപ്പഗണ്ട അടിച്ചിറക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. ഈ ബില്ല് ശരിക്കും സേഫ് ഗാർഡാണ്, അതേപോലെ ന്യൂട്രലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു ബില്ലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അംബാസിഡർ വിനയ് കൗത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ സ്റ്റേറ്റ്മെൻറ്റിലൂടെ പുറത്തുവിട്ടത്. അതായത് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന FCRA ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ആരും തന്നെ ആശങ്കപ്പെടേണ്ടതില്ല. ശരിക്കും
ആ ബില്ല് ഒരു ന്യൂട്രൽ സ്വഭാവമുള്ള ബില്ലാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അല്ലാതെ റൂമറുകളിൽ പറയുന്നത് പോലെയുള്ള ഒരു ബില്ലല്ല FCRA 2026 അമെൻമെൻ്റ് എന്ന് പറയുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരൻ. ഇന്ത്യയുടെയും അമേരിക്കയുടെയും നേവൽ ട്രൂപ്സ് തമ്മിൽ കൊച്ചിയിൽ വെച്ചിട്ട് ഒരു എക്സസൈസ് നടത്തിയിട്ടുണ്ട്. ഓർഡിനൻസ് ഡിസ്പോസൽ എക്സസൈസ് ആണ് നടത്തിയത്. ശരിക്കും 10-ാം തീയതിയാണ് ഈ എക്സസൈസിന് തുടക്കം കുറിച്ചത്. 14-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു 4 ദിവസത്തെ എക്സസൈസാണിത്. ഇന്ത്യയിൽ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ സ്റ്റാർട്ടപ്പ് കമ്പനികൾ തുടങ്ങുന്നവർക്ക് 18% GST കട്ട് കിട്ടും എന്നാണ് പറയുന്നത്. പുതിയ പോളിസിയാണിത്. അതായത് ഡിഫൻസ് മേഖലയിൽ സ്റ്റാർട്ടപ്പ് കമ്പനികൾ തുടങ്ങുന്ന പുതിയ കമ്പനികൾക്ക് 18% GST റിഡക്ഷൻ ഉണ്ടാവും. അരുണാചൽ പ്രദേശിൽ ചൈന സ്ഥലങ്ങൾ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീപ്പായിട്ട് നമ്മൾ റിസർച്ച് ചെയ്ത് വായിച്ച് നോക്കിയപ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അങ്ങനെ സ്ഥലങ്ങളൊന്നും ചൈന പിടിച്ചെടുത്തിട്ടില്ല. അവർക്ക് ക്ലെയിമാണുള്ളത്. ആ ക്ലെയിം പണ്ടോട്ടേ ഉള്ളതാണ്. അരുണാചൽ പ്രദേശിൻ്റെ CM ചീഫ് മിനിസ്റ്റർ തന്നെ ഈ വിഷയം ഡിനൈ ചെയ്തിട്ടുണ്ട്. അതായത് ചൈനീസ് എൻക്രോച്ച്മെൻറ്റ് ഇൻ അരുണാചൽ പ്രദേശ് അതൊരു നെറേറ്റീവ് മാത്രമാണ്. അങ്ങനെ ഒരു വിഷയം സംഭവിച്ചിട്ടില്ല. ഇന്ത്യയുടെ ആർമി ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ബോർഡർ സെക്യൂരിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് അരുണാചൽ പ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ആർമി സേഫ് ഗാർഡിങ് അവർ ടെറിട്ടറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അഗ്നി 4 മിസൈൽ പരീക്ഷണം നടത്തിയായിരുന്നല്ലോ. 4000 കിലോമീറ്റർ റേഞ്ചാണ് അതിനുള്ളത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിഡ് റേഞ്ച് മിസൈലുകൾക്കും ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലുകൾക്കും ഇടയ്ക്ക് വരുന്ന ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പ് ഫുൾഫിൽ ചെയ്യാൻ പാകത്തിനുള്ള ഒരു മിസൈലാണ് ഇത് എന്നാണ് ഈ അഗ്നി 4നെ ഇന്ത്യ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവിടെയാണ് അഗ്നി 4നെ ഇന്ത്യ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് ചൈനയ്ക്കെതിരെയുള്ള ഒരു സ്ട്രാറ്റജിക് ഡിഫൻസ് ഡിറ്ററൻസ് ആണ്. അരുണാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അരുണാചൽ പ്രദേശിലുള്ള 27 ഇന്ത്യൻ സ്ഥലങ്ങൾ ചൈന അവരുടെ ചൈനീസ് പേരുകൾ നൽകിക്കൊണ്ട് അതെല്ലാം തന്നെ ചൈനയുടെ ടെറിട്ടറി ആണെന്നുള്ള ക്ലെയിമാണ് അവർക്കുള്ളത്. 27 സ്ഥലങ്ങൾക്കാണ് അവർ പേര് മാറ്റിയിരിക്കുന്നത്. അവരുടെ രാജ്യത്തിനുള്ളിൽ അവർ ചൈനീസ് ഭാഷയിൽ വിളിക്കുന്ന ഒരു പേരാണ് അവർ വെച്ചിരിക്കുന്നത്. പല പേരുകളുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം ചൈന ഇന്ത്യയിലെ സ്ഥലങ്ങളൊക്കെ എൻക്രോച്ച്മെൻറ്റ് ചെയ്തു എന്നല്ല. ശരിക്കും അവർക്ക് ക്ലെയിമുണ്ട്. പക്ഷെ അതൊരിക്കലും ഇന്ത്യ വിട്ടുകൊടുക്കുന്ന ഒരു ഏർപ്പാടില്ല. കാരണം ഇത് തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല. ചൈന പണ്ട് തൊട്ടേ ഈ ക്ലെയിം ഉന്നയിക്കുന്നുണ്ട്. നമ്മളതിനെ കൃത്യമായിട്ട് എതിർത്ത് ചെറുത്ത് തോൽപ്പിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമുക്കും അവർക്കുമിടയിൽ വാഗ്വാദങ്ങളും ക്ലാഷും എല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഗാൽവാൻ വാലി ഇഷ്യൂ ഒക്കെ ഇത്തരത്തിൽ നീണ്ടു കിടക്കുന്ന ലഡാക്ക് വരെയുള്ള ബോർഡറുകൾ ആ ബോർഡർ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. അമേരിക്ക ഇറാൻ്റെ മേളിൽ എക്കണോമിക് ബ്ലോക്കേഡ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ 53 കപ്പലുകൾ ഇതുവരെ ഇറാനിലേക്ക് പോകേണ്ട ചരക്ക് കപ്പലുകളെ അമേരിക്ക ഡൈവേർട്ട് ചെയ്ത് മാറ്റിവിട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.